ഹലോ. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എന്നിട്ട് ചെമ്മീൻ വേഗം പോയിട്ട് വാങ്ങിച്ചോ. എന്നിട്ട് ഇതുപോലെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇത് നിങ്ങളാരും ഇതുവരെ ചെയ്യാത്തൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട് കൊണ്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മുളകും മഞ്ഞളും ഉപ്പ് മാത്രം തിരുമ്പി വെച്ചിട്ടുള്ള ആ ചെമ്മീൻ നമ്മൾക്ക് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം കരിമുരാന്ന് വറക്കണ്ട കേട്ടോ, ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം അതേ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളി, സബോള എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ വെളിച്ചെണ്ണ കളയണ്ട, ആ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ടേസ്റ്റായിരിക്കും. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി മൂത്ത് വരട്ടെ. കരിമൂരാന്നാവണ്ട, ഏകദേശം ഒരു പച്ചമണം ആ ഉള്ളിയുടെയും സബോളയുടെയും ഒക്കെ പച്ചമണം പോകുന്നവരെ ഒന്നിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഓരോ മസാലകളും ഓരോ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെയിട്ട് നല്ലോണിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടിയായിട്ട് ഞാനിപ്പോൾ ഇടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്നിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. അപ്പം മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു പച്ചമല്ലിയുടെയൊക്കെ ഒരു കുത്തുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകുന്നവരെ അതിന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയുന്നതാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ലൈക്ക് ബട്ടണൊക്കെ? അപ്പോൾ നിങ്ങളൊക്കെ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി ലൈക്കും തരണം. പിന്നെ ഈ കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വയ്ക്കാറുണ്ടോ, ഇതുപോലെയല്ലാന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടു, അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടു. പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി വരട്ടെ. അതിനുശേഷം ഒരു പിടി നാളികേരം, ചിരകിയ നാളികേരം കൂടിയിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. നാളികേരം കൊത്തും ഇതിലിടാം, അതൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടം. അതായത് നമുക്കിപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. അതാണ് ഇതുപോലെ ആക്കിയാലുള്ള ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടുക. അതിന് ശേഷം ഞാനൊരു ആദ്യത്തെ പാലില്ലേ, ഫസ്റ്റ് പാല്, നാളികേരപ്പാൽ, ആ പാല് ഞാനൊരു ഗ്ലാസ് ഇതിലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്പീഡിൽ ചെറുതായിട്ടൊന്ന് തള വരാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ഫുള്ളിലായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ്. അതിന് ശേഷം പിന്നെ ഒന്ന് സിമ്മാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് അതിൽ കിടന്നിട്ട് ചാറ് കുറുകി ആ തക്കാളിയുടേതും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് നല്ല കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ സിമ്മിലാക്കി വയ്ക്കണേ. അതിനുശേഷം ഒരു പിടി നമ്മൾക്ക് മല്ലിയില ഇടാം, കറിവേപ്പില ഇടാം. അതൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീനും അതിലിടുക. ചെമ്മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതൊന്നൊക്കെ എടുത്ത് മക്കളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അതൊക്കെ എടുത്ത് തിന്ന് ഏകദേശം ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.